Good afternoon, all. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. Okay. Class start ചെയ്യാം. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററാണ് എടുക്കുന്നത്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. നിങ്ങളുടെ ചാപ്റ്ററിന്റെ നമ്പർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എത്രയായിരുന്നു ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ PDF-ല്? പേര് ലോണ്ടറി ആൻഡ് ലിനൻ കേട്ടോ. 19 ആണ് കേട്ടോ നിങ്ങളുടെ ചാപ്റ്ററിലെ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവുക. ലോണ്ടറി ആൻഡ് ലിനൻ അല്ലേ? ഇത് ടേം ലോണ്ടറി. എന്താണ് ലോണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോണ്ടറി സർവീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താ ലോണ്ടറി എന്ന് വെച്ചാല് മലയാളത്തിൽ എന്താ പറയാ ലോണ്ടറി? അറിയാത്തവരൊക്കെ ആരെങ്കിലും? ക്ലോത്ത്സ് വാഷ് ചെയ്യുക, അലക്കല്. പ്രോപ്പർ മലയാളത്തിൽ പറഞ്ഞാല് അലക്കുക എന്ന് പറയും അല്ലെ? അലക്കല്. ഇപ്പൊ നമ്മളിപ്പോ എന്താണ് നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു പണിയാണ് അല്ലെ അലക്കുക എന്നുള്ളതുണ്ടെങ്കിൽ. നമ്മളുടെ ഡ്രസ്സുകളൊക്കെ നമ്മള് വീട്ടിലുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്യാറുണ്ട് അല്ലെ? ഇതുപോലെ തന്നെ നമ്മള് വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് സർവീസ് ആയിട്ട് കൊടുക്കാറുണ്ട് അല്ലേ? അലക്കാനൊക്കെ ആയിട്ട് തുണി ഇറക്കാനും അതുപോലെ തന്നെ ഇസ്തിരി ഇടാനൊക്കെ നമ്മള് പുറമേ നമ്മൾ സർവീസുകൾ ചെയ്യാറുണ്ട് അല്ലെ? അപ്പോ ഏകദേശം നമ്മൾ ചെയ്യുന്ന ആ ഒരു സെയിം പ്രോസസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും അലക്കാനൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും മറ്റു നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാഷ് ചെയ്യാറുണ്ടോ? അലക്കാന്ന് വെച്ചാ വാഷിംഗ് മെഷീനിലെങ്കിലും ഇടൂല്ലേ നമ്മള്? അലക്കുന്നത് വാഷിംഗ് മെഷീനിലായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ ഗേൾസിനോട് മാത്രമല്ല കേട്ടോ, ബോയ്സിനോട് എല്ലാവരോടും അടക്കമാണ് ഞാൻ ചോദിക്കുന്നത്. ബോയ്സ് ആയാലും അവനവന്റെ ഡ്രസ്സൊക്കെ അത്യാവശ്യം കരുതുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. ഹോസ്റ്റലിൽ മറ്റൊക്കെ നിൽക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അപ്പോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റലിലെ അലക്ക് സർവീസ് അല്ലെങ്കിൽ ലോണ്ടറി സർവീസ് അല്ലെ? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള ഒരു ലോണ്ടറി സേവനങ്ങളുണ്ട്. ലിനൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? തുണി എന്നുള്ള മീനിങ് ആണ്. തുണിത്തരങ്ങള് ലിനൻ. ഓക്കെ, ലോണ്ടറി അലക്കുക, ലിനൻ മീൻസ് തുണിത്തരങ്ങൾ. അപ്പൊ തുണിത്തരങ്ങൾ അലക്കുക ആ ഒരു സേവനങ്ങൾ. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അവിടെ ലോണ്ടറി സർവീസിൽ ഉൾപ്പെടുന്നത്? എന്തൊക്കെയായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ അലക്കാനായിട്ടുള്ളത്? എന്തൊക്കെയായിരിക്കും? ഒന്ന് കമന്റ് ചെയ്തേ. ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടാവും. പിന്നെ ബെഡ്ഷീറ്റ് മാത്രമുള്ളോ? ബെഡ്ഷീറ്റ് ഉണ്ടാകും. പേഷ്യന്റുകൾ കിടക്കുന്ന ബെഡ്ഷീറ്റുകള്, പില്ലോ കവർ. ഷീറ്റ് വരുമ്പോ പില്ലോ കവർ കൂടി വേണമല്ലോ. പില്ലോ കവറുകള്, സർജറി ക്ലോത്ത്സ്, പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോത്തുകള്, ദെൻ കർട്ടനുകള് ഇല്ലേ? കർട്ടനുകൾ ഉണ്ടാകും. ദെൻ യൂണിഫോംസ് അല്ലെ? ലാബ് കോട്ടുകൾ, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലും മറ്റും ഉപയോഗിക്കുന്ന കോട്ടുകള്, ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിലുള്ള ലോണ്ടറി സർവീസിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗം വായിക്കാം. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നോക്കാം. In the present day hospitals, the laundry and linen service are one of the most important supportive service. എന്ത് സപ്പോർട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സപ്പോർട്ടീവ് സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സഹായ സേവനമാണെന്ന് അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ ഇൻ ദ പ്രസന്റ് ഡേ, നമ്മളുടെ ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലങ്ങളിൽ ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി ആൻഡ് ലിനൻ ഇങ്ങനെ ഒരു അലക്ക് സേവനം എന്നത് ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് അല്ലെ? ഒരു സഹായക സേവനങ്ങളാണ്. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ ആർ responsible for maintaining neatness of linens, staff uniform, lab coat, and tailoring services to meet the needs of patient and staff. Underline ചെയ്യാം. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ എന്തൊക്കെയാണ് അവർക്ക് ഉത്തരവാദിത്തമുള്ളത് അല്ലെ? നീറ്റ്നെസ് ഓഫ് ലിനൻസ്, തുണിത്തരങ്ങൾ കഴുകി വൃത്തിയാക്കുക, then staff uniforms, lab coat, then tailoring service. Tailoring എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ തുണികളിൽ തന്നെ എന്തെങ്കിലും പിന്നലുകളോ എന്തെങ്കിലും കീറിക്കോടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ടൈലറിംഗ് ചെയ്യാം. അതിന്റെ സർവീസും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. നീഡ്സ് ഓഫ് പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്, പേഷ്യന്റിന്റെയും സ്റ്റാഫുകളുടെയും ഈ തുണിത്തരങ്ങളും മറ്റും വാഷ് ചെയ്യുന്നതൊക്കെയാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. Then
The hospital laundry with linen which got stained from. Stained എന്ന് വെച്ചാൽ എന്താണ്? Stained. Stained means കറ, അഴുക്ക് എന്നൊക്കെ പറയാറില്ലേ, കറകള്. അപ്പോ ലോണ്ട്രി നമ്മുടെ ഹോസ്പിറ്റലിൽ തുണിത്തരങ്ങളില് എങ്ങനെയൊക്കെയുള്ള കറകളായിരിക്കും കൂടുതലും വരുന്ന പറ്റുന്നത്? എന്തൊക്കെയായിരിക്കും? ഈ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ നമ്മൾ അലക്കുന്നുണ്ടല്ലോ, അപ്പൊ കൂടുതലും എങ്ങനെയുള്ള കറകളായിരിക്കും? ബ്ലഡ് ഉണ്ടാകാം, എന്തെങ്കിലും ഫ്ലൂയിഡ്സുകളോ, പിന്നെ എന്തൊക്കെയാ വരാം? ഇപ്പൊ യൂറിനോ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ കിടപ്പായ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യൂറിനും കാര്യങ്ങളൊക്കെ ഈ ബെഡ്ഷീറ്റിലൊക്കെ വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. The hospital laundry with linen which got stained from various body fluids. Example, blood, urine, feces, etc. It's the type of linen need to be cleanless and serviced before they are being put up into the washing machine, as they are carefully and delicately handled. അപ്പോ ഹോസ്പിറ്റലുകളിലെ തുണിത്തരങ്ങളില് സ്റ്റെയിൻഡ് ആവുന്നത്, കറ പറ്റുന്നത് എന്തൊക്കെയാണ്? എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ബ്ലഡുകൾ വീഴുന്ന പാടുകളൊക്കെ ഉണ്ടാകാം, യൂറിനോ, ഫേസസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മൂത്രം, മലം ഇതൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് എന്താണ്, കിടപ്പായിട്ടുള്ള പേഷ്യൻസും അങ്ങനെയൊക്കെ വരുമല്ലോ. ദെൻ അപ്പൊ ഇങ്ങനെയുള്ള കറ പിടിച്ച വസ്ത്രങ്ങളാണ് നമ്മൾ ലോണ്ട്രി സർവീസ് ചെയ്യുന്നത്. Then before services they are being put into the washing machine, as they are carefully and delicately handled. ഇത് കെയർഫുള്ളി ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമാണ് വാഷിംഗ് മെഷീനിലേക്കാണ് ഇടുന്നത്. Then അപ്പൊ നമ്മൾ ഈ വാഷിംഗ് മെഷീനിലോട്ട് ഇടുമ്പോഴേ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ അലക്കുമ്പോ ഇപ്പൊ എല്ലാവരുടെയും ഡ്രസ്സുകൾ നമ്മൾ അലക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും അലക്കുന്നത്. അങ്ങനെയാണോ ചെയ്യാറ്? വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോഴേക്ക് നമ്മൾ കുറച്ച് സോഫ്റ്റ് ചെയ്തിട്ട് വെക്കാറുണ്ട് ഇല്ലേ? ചിലപ്പോ വൈറ്റ് ഡ്രസ്സുകൾ മാത്രം ഒരു ട്രിപ്പ് നമ്മളൊന്ന് വാഷിംഗ് മെഷീനിലിട്ട് ഒന്ന് അലക്കി വെക്കും. ദെൻ ചിലപ്പോ യൂണിഫോംസ് ഉണ്ടെങ്കിൽ അങ്ങനെ, കുട്ടികളുടെ ആണെങ്കിൽ അത് മാത്രം സെപ്പറേറ്റ് ചെയ്യും. ഭയങ്കര അഴുക്ക് പിടിച്ച വീട്ടിലിടുന്ന ഡ്രസ്സുകളാണെങ്കിൽ അത് സെപ്പറേറ്റ്, പുറത്തുള്ള നല്ല ഡ്രസ്സുകളാണെങ്കിൽ സെപ്പറേറ്റ്. അങ്ങനെയല്ല അലക്കാറ് ആണോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ എല്ലാം കൂടി വാരിക്കുട്ടി ഒറ്റക്കാണോ? അല്ല അല്ലെ? നമ്മൾ വൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മറ്റു ഡ്രസ്സ് ഒന്നും ഇടില്ല, അങ്ങനെ സോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ അലക്കാറ്. അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് മീൻസ് ഇത് നമ്മൾ അലക്കുമ്പോ കെയർഫുള്ളോട് കൂടി തന്നെ, അതായത് ഡെലിക്കറ്റ്ലി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മമായും ശ്രദ്ധയോടും കൂടി തന്നെ, സൂക്ഷ്മമായിട്ട്, ഡെലിക്കറ്റ്ലി എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ട്, അതായത് ഇൻഫെക്ഷനുള്ള തുണിത്തരങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ? ഇപ്പൊ ബ്ലഡും ഫ്ലൂയിഡ് ഒക്കെ ആയിട്ടുള്ള തുണികളാണെങ്കിൽ അത് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് അവർ അലക്കും അല്ലെ? അത് ഒരുമിച്ച് ഇടാതെ അത് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അലക്കുന്നത്. ഓക്കെ. A reliable laundry service is of the greatest importance to the hospital. ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ്. അതായത് ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലോണ്ടറി സർവീസ് ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. The linen and laundry services should be provide safe, clean, ample and timely supply of linen to user units of a hospital at right time, right place, right quantity and right price. അല്ലെ? ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് സേഫ് ആയിട്ടും ക്ലീൻ ആയിട്ടും അതുപോലെ ആംപിൾ ആയിട്ട്, ആംപിൾ എന്ന് വെച്ചാൽ എന്താണ്? സമൃദ്ധമായി ആവശ്യത്തിനധികം എന്ത് ചെയ്യണം? ലിനനുകൾ, തുണിത്തരങ്ങൾ സപ്ലൈ ചെയ്യണം ഹോസ്പിറ്റലിലെ യൂസർ യൂണിറ്റിലേക്ക്. എന്താ യൂസർ യൂണിറ്റ് എന്ന് വെച്ചാൽ ഉപയോക്തൃമായിട്ടുള്ള യൂണിറ്റുകൾ. എവിടേക്കാണ് നമ്മൾ ഈ ക്ലോത്തുകൾ കൊടുക്കുന്നത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് നമ്മൾ ഈ ക്ലോത്തുകൾ, ഈ തുണിത്തരങ്ങൾക്ക് കൊടുക്കാറുണ്ട്? വാർഡിൽ കൊടുക്കും. നമ്മള് ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ കൊടുക്കാം അല്ലേ? ഓപ്പറേഷൻ തിയേറ്റർ, ഓക്കെ, ICU, ലേബർ റൂമിൽ കൊടുക്കില്ലേ? ഓപ്പറേഷൻ തിയേറ്റർ റൂമുകളിലേക്ക്. പിന്നെ ലബോറട്ടറി നമ്മൾ പറഞ്ഞ സ്റ്റാഫുകൾക്ക് കോട്ടും മറ്റും കൊടുക്കുന്നു അല്ലെ? അപ്പൊ അതിനിടെ യൂസർ യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കൊടുക്കുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ. സോ യൂസർ യൂണിറ്റിലേക്ക് റൈറ്റ് ടൈം, കറക്റ്റ് ടൈമിന് അത് അലക്കി വൃത്തിയാക്കി കൊടുക്കുക. റൈറ്റ് പ്ലേസ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആവശ്യമുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുക.
റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് റൈറ്റ് പ്രൈസ്. കൃത്യമായിട്ടുള്ള അളവില് ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇത്ര അളവ് വേണമെന്നൊക്കെ അവർക്കറിയാം. അപ്പൊ അതനുസരിച്ച് അതിന്റെ ഒരു ക്വാണ്ടിറ്റിയിലും ദെൻ ആവശ്യമായിട്ടുള്ള ഒരു വിലയിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും തുണിത്തരങ്ങൾ ലഭ്യമാക്കുക. ഓക്കെ. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. The term is used to denote clothing items. Term എന്ന് വെച്ചാൽ ലോണ്ട്രി. ലോണ്ട്രി എന്നുള്ളൊരു ടേം ഡിനോട്ട് ചെയ്യുന്നത് ക്ലോത്തിങ് ഐറ്റംസിനെയാണ്, തുണിത്തരങ്ങളെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. Then it consists of all the textiles used in hospital which include, എവിടെയൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഈ ലോണ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങൾ പറയുന്നത്, അണ്ടർലൈൻ ചെയ്യാട്ടോ. വിത്ത് ഇൻക്ലൂഡ് മെട്രസ് മീൻസ് മെത്തകള് അല്ലെ, അതായത് നമ്മൾ ഈ ബെഡ്ഷീറ്റുകൾ പറ്റും, ബെഡ് കവർ, ദെൻ ബെഡ്ഷീറ്റ്, ടവൽ, ബ്ലാങ്കറ്റ്, സ്ക്രീൻ, കർട്ടൻ, ദെൻ ഡോക്ടർ കോട്ട്, ടേബിൾ കവർ എക്സെട്ര. ഇതൊക്കെയാണ് ആ തുണിത്തരങ്ങൾ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതില് സ്ക്രീൻ എന്താണെന്ന് മനസ്സിലായോ? സ്ക്രീൻ അതായത് നമ്മളിപ്പോ കാഷ്വാലിറ്റിയിലൊക്കെ ആണെങ്കിലേ ഒരു മീൻസ് 2 കട്ടിലുകൾ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ 2 പേഷ്യൻസ് ഉണ്ടാവും. അതിന്റെ നടുക്ക് ഒരു വലിയ സ്ക്രീൻ പോലെ ഒരു വലിയൊരു കർട്ടൻ വെച്ച് മറച്ചിട്ടുണ്ടാവും. വലിയ കർട്ടനാണ്, ഒരു സ്ക്രീൻ പോലെ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാഷ്വാലിറ്റിയിലൊക്കെ ആണെന്ന് കൂടുതലും അങ്ങനെ ഒരു വലിയൊരു സ്ക്രീൻ, വലിയൊരു കർട്ടൻ. അപ്പൊ അപ്പുറത്തൊരു പേഷ്യന്റ് കിടക്കുന്നുണ്ടാവും, ഇപ്പുറത്തെ ഒരു പേഷ്യന്റ് ഉണ്ടാവും. സ്ക്രീൻ പോലെ ഇരിക്കും കേട്ടോ. അപ്പൊ അതിനെയാണ് സ്ക്രീനിനോട് ഉദ്ദേശിക്കുന്നത്. കർട്ടൻ തന്നെയാണ്, മറച്ചിരിക്കുന്ന വലിയ കർട്ടനുകൾ. ഓക്കെ. ദെൻ ഡോക്ടേഴ്സിന്റെ കോട്ടുകൾ, മെട്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെത്തകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബെഡ് പോലെയൊക്കെ തന്നെ. ദെൻ മെത്തകള്, ബെഡുകളില്ലേ, ബെഡ്ഷീറ്റും ബെഡിനെയൊക്കെ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. Then the most preferred and frequently used material is cotton. Underline ചെയ്യാം. ഹോസ്പിറ്റലുകളിലെ തുണിത്തരങ്ങള് മോസ്റ്റ് എപ്പോഴും ഉപയോഗിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ലോവർ പ്രൈസ് ആൻഡ് മോർ കംഫോർട്ടബിൾ. പേഷ്യൻസിന് കൂടുതലും കംഫോർട്ടബിൾ ആകുന്നത്. ഇപ്പൊ ഡ്രസ് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിലും കോട്ടണിനോടായിരിക്കില്ല എല്ലാവർക്കും കുറച്ചും കൂടി ഡ്രസ് ഇടാനായിട്ട് താല്പര്യം ആണോ? നമുക്ക് ഏത് കാലാവസ്ഥയിലും കോട്ടൺ ഡ്രസ് യൂസ് ചെയ്യാം അല്ലെ? ആണോ? മെറ്റീരിയൽ നമുക്ക് ഇടാനും കംഫോർട്ടാണത്. അപ്പൊ ഹോസ്പിറ്റലുകളിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലിലെ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ നല്ല കട്ടിയുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിരിക്കും ഇല്ലേ? ആണോ? കട്ടി ഉണ്ടാവും, ചിലപ്പോ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, എങ്കിലും മെറ്റീരിയൽ കോട്ടൺ ആയിരിക്കും. പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മള് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഹോസ്പിറ്റൽ ലോണ്ട്രി സർവീസസ് ഓൾ ദ ലിറ്റർ മെറ്റീരിയൽ ഫ്രം ഡിഫറെന്റ് ഏരിയ സച്ച് ആസ് വാർഡ്. എവിടെയൊക്കെയാണെന്ന് നമ്മൾ ലിനൻ കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞ നേരത്തെ നോക്കാം. OT ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്, OPD ആൻഡ് ഓഫീസ് ഏരിയ where they undergo the process of sorting, washing, extracting, drying, ironing, folding, melting and delivery. അല്ലെ? അപ്പോ നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസുകൾ നൽകുന്നത് വാർഡില് തുണിത്തരങ്ങൾ എവിടെയൊക്കെയാണ് കൊടുക്കുന്നതെന്ന്. വാർഡില് OT, then OPD, then ഓഫീസ് ഏരിയകൾ. Then undergo the process of, എങ്ങനെയാണ് ഈ ലോണ്ടറി സർവീസിൽ ഇതിന്റെ പ്രോസസ് ചെയ്യുന്നതെന്ന്, എങ്ങനെയൊക്കെയാണ് പ്രോസസ്. ഫസ്റ്റ് വൺ സോർട്ടിങ്. സോർട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വീട്ടിലിറക്കുമ്പോൾ വൈറ്റ് ഡ്രസ്സ് മാത്രം മാറ്റി വെക്കും, ദെൻ വീട്ടിലിടുന്നത് വേറെ, നല്ല ഡ്രസ്സുകൾ അങ്ങനെ നീക്കി നമ്മൾ സോർട്ട് ചെയ്ത് വെക്കും അല്ലേ? അപ്പൊ ഇവിടെയും ഫസ്റ്റ്ലി അവർ ചെയ്യുന്നത് സോർട്ട് ഔട്ട് ചെയ്യും. മീൻസ് ഇപ്പോ ഫ്ലൂയിഡോ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ അത് മാറ്റി വെക്കും. ബാക്കി വരുന്ന ബെഡ്ഷീറ്റ് പില്ലോ കവറൊക്കെ സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക? ഫസ്റ്റ് വൺ അവർ സോർട്ട് ചെയ്യുന്നു. ദെൻ വാഷിംഗ് ചെയ്യും, അലക്കും, വാഷിംഗ് ദെൻ എക്സ്ട്രാക്ടിങ്. എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എക്സ്ട്രാക്ടിങ് പിഴിയുക. നമ്മുടെ തുണി ഊരുക എന്നൊക്കെ പറയില്ലേ, നിങ്ങളുടെ നാട്ടിലേക്ക് എന്നൊക്കെ അറിയില്ല. പിഴിയുക അല്ലെങ്കിൽ തുണി ഊരുക മീൻസ് പിഴിഞ്ഞു കളയുക, വെള്ളം പിഴിഞ്ഞു കളയില്ല നമ്മള്, ആ ഒരു കാര്യം എക്സ്ട്രാക്ടിങ്. ഓക്കെ, എക്സ്ട്രാക്ടിങ് പിഴിയുക. അറിയില്ലാത്തവരൊന്ന് മലയാളത്തിൽ എഴുതി വെച്ചോളൂ കേട്ടോ. നാളെ വായിക്കുമ്പോ അത് എന്താണെന്ന് ഓർത്തിരിക്കും നമ്മള്. ഓക്കെ, അപ്പൊ പിഴിയുക, എക്സ്ട്രാക്ടിങ്. ദെൻ ഡ്രൈയിങ്. ഡ്രൈയിങ് എന്ന് വെച്ചാൽ എന്താണ്? ഡ്രൈയിങ് ഉണക്കുക. ഡ്രൈ ഇടൂലേ വാഷിംഗ് മെഷീനില്
തുണി അലക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രയർ ഇടുന്നത്. ദെൻ അയണിങ്, അയൺ ചെയ്യാം, തേക്കുക, തേക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഫോൾഡ് ചെയ്യുക. ഫോൾഡിങ് എന്ന് വെച്ചാൽ എന്താണ്, മടക്കും, തേച്ച് തുണി മടക്കി. മെൻഡിങ്, മെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, തുന്നൽ എന്നാണ് അതിന്റെ അർത്ഥം. തുന്നലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്നതും ജസ്റ്റ് ഒന്ന് അവര് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കും. തുന്നലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചൊക്കെ കൊടുക്കുന്നു. മെൻഡിങ്, തുന്നലുക, തുന്നി ചേർക്കുക, തുന്നലുക എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. തുന്നുക, തുന്നുക എന്നല്ല പറയാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അവിടെ നമ്മള് ലോണ്ട്രിയിലെ പ്രോസസ്സുകൾ ചെയ്യുന്നത്. സോർട്ട് ചെയ്യും, ദെൻ അവർ വാഷ് ചെയ്യും, എക്സ്ട്രാക്ട് ചെയ്യും, ഡ്രൈൻ ചെയ്ത്, അയൺ ചെയ്ത്, മടക്കി, ഫോൾഡ് ചെയ്ത്, ദെൻ എന്തെങ്കിലും തുന്നലുകൾ ഉണ്ടെങ്കിൽ ആ തുന്നലുകളും ചെയ്തു കൊടുക്കുന്നു. ഇൻ ദ കേസ് ഓഫ് ലിനൻ സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ, അല്ലെ, ഒരു പ്രത്യേക ശ്രദ്ധ വേണമെന്ന്. നമ്മൾ ലോണ്ടറി സർവീസ് ചെയ്യുമ്പോൾ പ്രത്യേകം ഇതുപോലെ സോർട്ടിംഗ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. സിമ്പിൾ ആണ്, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന, നമ്മളുടെ അലക്കുന്ന, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ജോലിയാണത്, അല്ലെ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഹോസ്പിറ്റലുകാരും ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് ഇതുപോലെ സ്റ്റാഫുകളുടെ യൂണിഫോംസ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകള്, പില്ലോ കവറുകള്, കർട്ടനുകള്, സ്ക്രീൻ, ലാപ്ടോപ്പ്, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ലോണ്ടറിക്കായിട്ട് ഉപയോഗിക്കുന്നത്. പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും തുണിത്തരങ്ങള്. പിന്നെ നമ്മൾ പറഞ്ഞു അത് ഒ പിയിലേക്കും വാർഡിലേക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ നമുക്ക് ലിനൻസുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ അവര് സോർട്ട് ചെയ്യുന്നു, ദെൻ വാഷ് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യാം, ഡ്രൈ ചെയ്യാം, അയൺ ചെയ്യുന്നു, ഫോൾഡ് ചെയ്ത് മെൻഡിങ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ലോണ്ടറി പ്രോസസ്സ് നടക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ ലോണ്ടറി എന്താണെന്ന് ഹോസ്പിറ്റലിലെ? ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. നമ്മളുടെ ഓക്കെ, സെയിം പ്രൊസീജിയർ ഒക്കെ തന്നെയാണ് ഇവിടെ. ഹോസ്പിറ്റലിൽ ഉത്തരങ്ങൾ മാത്രം എവിടേക്കാണെന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഇൻട്രൊഡക്ഷൻ ഭാഗം വായിക്കാം കേട്ടോ. സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഒരുപോലെയാണോ? ഓക്കെ, മീൻസ് വോയിസ് കട്ടായിട്ടാണോ കേൾക്കുന്നത്? അങ്ങനെയാണോ? എങ്ങനെയാണ്? ബ്രേക്ക് ആണ്, വോയിസ് കട്ടാവണോ? ഓക്കെ ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗം വായിക്കാം. ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ ഇൻട്രൊഡക്ഷൻ?
ഓക്കെ, ക്ലിയർ ആണോ? ലോണ്ടറി സർവീസ് എന്താണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയോ ഹോസ്പിറ്റലിലെ? ഏതൊക്കെ സെക്ഷനിലാണ് നമ്മൾ തുണിത്തരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ദെൻ അവരുടെ പ്രോസസ്സ്. ഓക്കെ, then next നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. എന്താണ് ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ഒബ്ജക്റ്റീവ് നോക്കാം. The purpose of this department is to provide adequate clean material to the patient and personnel while ensuring that hygienic conditions are maintained in the process. അപ്പൊ പർപ്പസ്, ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അഡിക്വേറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽ പേഷ്യൻസിനും പേഴ്സണൽസിനും രോഗികൾക്കും ജീവനക്കാർക്കും പ്രൊവൈഡ് ചെയ്ത് നൽകുക. Then while ensuring that hygienic conditions are maintained in the process. ഓരോ മീൻസ് ശുദ്ധമായിട്ടുള്ള വസ്തുക്കളായിരിക്കണം നൽകേണ്ടത്, ക്ലീൻ ആയിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള മലിനപ്പെടാത്ത നല്ല അലക്കി നല്ല നീറ്റോടുകൂടി വൃത്തിയായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം പേഷ്യൻസിനും സ്റ്റാഫിനും പ്രൊവൈഡ് ചെയ്യുന്നത്. The main objectives of the department are the following. മെയിൻ ആയിട്ട് ലോണ്ടറി സർവീസിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് 3 ഒബ്ജക്റ്റീവ് ആണ്. ഫസ്റ്റ് വൺ, to retain a comfortable and safe environment for the patients, staff and visitors. ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും വിസിറ്റേഴ്സിനും പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സ്റ്റാഫിനും പേഷ്യന്റിനും അതുപോലെ വിസിറ്റേഴ്സിനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് നൽകുക. Then second one, to provide constant supply of qualitative linen to various required areas like IP, operation theatre, OPD and other area. അല്ലെ, ആവശ്യമുള്ള മേഖലകളിലേക്ക് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട്, മീൻസ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ നിരന്തരമായിട്ടുള്ള സപ്ലൈ ചെയ്യുക, ക്വാളിറ്റേറ്റീവ് നല്ല ഗുണമേന്മയുള്ള തുണിത്തരങ്ങള് അവർക്ക് കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ടും സപ്ലൈ ചെയ്യുക. എങ്ങനെയൊക്കെയാണ്? IP യിലേക്കും ഓപ്പറേഷൻ തിയേറ്റർ, OPD, ദെൻ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കും കോൺസ്റ്റന്റ് ആയിട്ട് ക്വാളിറ്റി ഉള്ള ഗുണമേന്മയുള്ള തുണിത്തരങ്ങള് പ്രൊവൈഡ് ചെയ്യുക, സപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. To control hospital infections and retain the quality of care. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഈ തുണിത്തരങ്ങൾ വേർതിരിച്ച് അടക്കുക എന്നൊക്കെ പറയുന്നത്. ദെൻ ഈ തുണിത്തരങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് അവരുടെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് അവിടെ ഇടാതെ അത് കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ലോണ്ടറി സർവീസ് അത് ഏറ്റെടുക്കുക. തുണിത്തരങ്ങള് ഇൻഫെക്ഷൻ ഉള്ളതും അല്ലാത്തതും വേർതിരിച്ച് അത് ഇറക്കി വൃത്തിയാക്കാനും അവര് ശ്രദ്ധിക്കണം, അല്ലെ? ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിന്റെ അണുബാധ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരം നിലനിർത്തുക, ഉറപ്പുവരുത്തുക. തുണിത്തരങ്ങള് നല്ല കോട്ടൺ ആയിരിക്കണം, ഗുണനിലവാരം ഉള്ളതായിരിക്കണം. ഓക്കെ, 3 ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്. വായിച്ചു നോക്കാം കേട്ടോ. 3 ഒബ്ജക്റ്റീവ് വായിക്കുക. 3 ഒബ്ജക്റ്റീവ് ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. വളരെ കുറച്ചല്ലേ ഉള്ളൂ, പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വോയിസ് ഓക്കെ ആണോ? ബ്രേക്ക് ആണില്ലല്ലോ, പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, വായിച്ചോളൂ വായിച്ചോളൂ.
കംപ്ലീറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് മൂന്നെണ്ണം അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. പഠിക്കണം 3 ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എടുക്കട്ടെ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Some of the main functions of the laundry services are the following. എങ്ങനെയാണ് ലോണ്ടറി സർവീസിന്റെ ഫങ്ഷൻസ്? അവിടെ എങ്ങനെയാണ് അവരുടെ ധർമ്മങ്ങൾ, ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, to collect, receive solid and infected linen from different places. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സോളിഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ കളക്ട് ചെയ്യുക. ഫസ്റ്റ് അതാണ്. നമ്മൾ വീട്ടിൽ അലക്കാനായിട്ട് എന്ത് ചെയ്യും? ഓരോ റൂമിൽ നിന്നും ഓരോരുത്തരുടെയും ഡ്രസ്സുകളൊക്കെ പോയിട്ട് കളക്ട് ചെയ്യും അല്ലെ? എന്നിട്ടല്ലേ നമ്മൾ മെഷീനിൽ ഇടുന്നത്. ഇവിടെയും എന്ത് ചെയ്യാം? പല പല ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് നമ്മൾ വസ്ത്രങ്ങൾ കളക്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് to process the solid linen which include sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, pressing and folding. ഇപ്പൊ നമ്മള് പ്രോസസ് ചെയ്ത് അല്ലെ, നമ്മൾ കളക്ട് ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യും? The process of solid linen which include sort ചെയ്യും, അതിന് നമ്മൾ വേർതിരിക്കും. Sluicing, sluicing എന്ന് വെച്ചാൽ കഴുകുക, നമ്മൾ അതിനെ കഴുകും. Then disinfecting, അണുവിമുക്തമാക്കും. മീൻസ് അണുവിമുക്തമാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് എന്തെങ്കിലും ബ്ലീച്ചിങ് പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് നമ്മൾ അണുവിമുക്തമാക്കും. ദെൻ വാഷിംഗ്, വാഷ് ചെയ്യുന്നു. എക്സ്ട്രാക്ട്, പിഴിയുന്നു. കണ്ടീഷനിങ്, കണ്ടീഷനിങ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. ദെൻ അയണിങ്, തേക്കുന്നത്. ദെൻ പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്, പ്രസ്സിംഗ് എന്ന് വെച്ചാൽ അടുക്കി വെക്കുക, ഫോൾഡ് ചെയ്യുക, മടക്കുക. അതായത് തുണിത്തരങ്ങൾ നമ്മൾ മടക്കി സെറ്റ് ചെയ്തൊക്കെ വെക്കില്ലേ, മടക്കി അടുക്കിപ്പറക്കിയൊക്കെ വെക്കുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് to inspect and repair damaged materials and replace them അല്ലെ? to inspect, കേടായ വസ്തുക്കളൊക്കെ ഒന്ന് പരിശോധിക്കും. അതായത് ഒത്തിരി നാൾ ഉപയോഗിച്ച് കഴിയുമ്പോ ചിലപ്പോ അത് തുണിയൊക്കെ പിന്നലൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യും, അത് മാറ്റി പുതിയ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു. to distribute clean linen to respective user department as needed അല്ലെ? ആവശ്യത്തിനുള്ള തുണിത്തരങ്ങള്, ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങള് എന്ത് ചെയ്യുന്നു? ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും അവരുടെ ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ വിതരണം ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കോർപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്രയോളം ആവശ്യം വരുന്നത്, ലബോറട്ടറിയിൽ ആവശ്യമുള്ളത്, അവരുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. To maintain and control the inventories and process the linen അല്ലെ? നമ്മളുടെ ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. തുണിത്തരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഇൻവെന്ററീസ്. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻവെന്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ചരക്ക് പട്ടിക എന്നൊക്കെ പറയും അല്ലെ? ഒരു ലിസ്റ്റ്, നമുക്ക് എത്രത്തോളമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കേണ്ടതായിട്ടുള്ള തുണിത്തരങ്ങള് അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ലാസ്റ്റ് വൺ, retain different type of registers in the department അല്ലെ? വിവിധ തരത്തിലുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. ഇപ്പൊ അടക്കിന്റെ തന്നെ തുണിത്തരങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ എഴുതിയിട്ടുള്ള ഒരു റെക്കോർഡ് ഇട്ടാണ് അല്ലെ? അപ്പൊ അതില് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇന്ന ഡേറ്റിൽ നമ്മൾ കഴുകാൻ കൊണ്ടുപോകുന്നതും വെക്കുന്നതും അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതായിട്ട് റെക്കോർഡ്. അപ്പൊ ആ റെക്കോർഡുകളും നമ്മൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ലോണ്ടറി സർവീസസിന്റെ ഫങ്ഷൻസ്. ഒന്ന് വായിച്ചു നോക്കി. 6 ഫങ്ഷൻസ് ആണ് പറയുന്നത്, ഒന്ന് വായിക്കാം. എന്നിട്ട് അത് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. 6 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾ വായിക്കുമ്പോഴായിട്ട് മലയാളം മീനിങ് ഒന്ന് മനസ്സിലാക്കി വായിക്കാം. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് പോകാം. ഓക്കെ, പ്രസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മള് മടക്കി അടക്കി വെക്കുന്നറിയില്ലേ? ഇപ്പൊ ഒരു ടേബിളുമേ നമ്മൾ തുണിത്തരങ്ങൾ മടക്കി ഇങ്ങനെ മീതെ മടക്കി അടക്കി സെറ്റ് ചെയ്ത് വെക്കുന്നൊക്കെ പറയില്ലേ? നമ്മൾ നേരെ അലമാരയിലോട്ട് കൊണ്ടുപോയി വെക്കാനായിട്ട് പാകത്തിന് അടുക്കി പെറുക്കി വെക്കില്ലേ തുണികള്? ഓരോന്നും വെക്കാതെ ഒരുമിച്ചുള്ളത് ഒരു സെക്ഷനിലേക്കുള്ളത് അങ്ങനെ വെക്കുന്നത്.
ഓക്കെ. സ്ലൂയിസിംഗ് എന്ന് വെച്ചാൽ കഴുകുക, അതായത് ഈ ബ്ലഡും അങ്ങനെയുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ടോട്ടലായിട്ട് മുക്കി കളയാതെ എന്ത് ചെയ്യും, അത് മാത്രം ജസ്റ്റ് ഒന്ന് കഴുകാനൊക്കെ നോക്കും. നമ്മൾ എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിലേ അത് മാത്രം നമ്മൾ കയ്യിൽ പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് വാഷ് ചെയ്യൂലേ, ഫസ്റ്റില് അങ്ങനെയല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിശുദ്ധിയിട്ട് കഴുകും. അങ്ങനെയല്ലേ ചെയ്യാറ്. ഒരു കറ പുരട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് കൊണ്ടിടില്ലല്ലോ, നമ്മൾ അത് മാത്രം ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തൊക്കെ കളയും. ഇവിടെയും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ, കഴുകുക എന്നുള്ളൊരു മീനിങ് ആണ്. വാഷിങ് പിന്നെ പറയുന്നുണ്ട് നമ്മൾ വാഷ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ഡെയിലി ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അലക്കലും മടക്കലും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇൻസ്പെക്ട് എന്ന് വെച്ചാൽ പരിശോധിക്കാൻ, അതായത് തുണിത്തരങ്ങളൊക്കെ വല്ല പഴയതാണോ കീറിയതാണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക. ഡിസ്ഇൻഫെക്ട് എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക. നമ്മളെ വീട്ടിൽ അലക്കുമ്പോ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിലേ, തീരെ പൊടിക്കുഞ്ഞ് എന്നാലും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് കഴുകാറില്ലേ. ലാസ്റ്റ് എല്ലാ അഴുക്കുകളൊക്കെ കളഞ്ഞ് അലക്കി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇച്ചിരി ഡെറ്റോളൊക്കെ ഡ്രസ്സിൽ അലക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഡ്രസ്സിനൊക്കെയാണല്ലോ ഇടുന്നത്. അപ്പൊ ഇവിടെയും ഇതുപോലെ ഡിസ്ഇൻഫെക്റ്റിംഗ് അണുവിമുക്തമാക്കാനായിട്ട് ഡെറ്റോളൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോ ബ്ലീച്ചിങ് പൗഡർ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അണുവിമുക്തമാക്കാനായിട്ട്. ഓക്കെ. കണ്ടീഷൻ ചെയ്യാന്ന് വെച്ചാല് അലക്കി പിഴിഞ്ഞ് നല്ല അതായിട്ട് വെക്കാന്ന് പറയില്ലേ, മടക്കുന്നതിന് മുമ്പൊക്കെ നല്ല വൃത്തിയാക്കി വെക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് കേട്ടോ. ഇൻവെന്ററി ലിസ്റ്റ്, നമ്മൾ ചരക്ക് പട്ടിക, എത്രത്തോളം ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും എന്തോരം തുണിത്തരങ്ങൾ വേണം എന്നൊക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എഴുതിയൊക്കെ വെക്കില്ലേ. അയൺ ചെയ്യുക, തേക്കുന്നത്, പോട്ട് ഉപയോഗിച്ച് തേക്കൂലേ ഡ്രസ്, അയണിങ് അറിയില്ലേ. ഓക്കെ, ഈ ഒരു ഫങ്ഷൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ ഈ പാരഗ്രാഫിലേക്ക് നോക്കാം. The responsibility of the department is to manage technical functions. ഇപ്പൊ ലോണ്ടറി സർവീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതിന്റെ ടെക്നിക്കൽ ഫങ്ഷൻസും സാങ്കേതിക പ്രവർത്തനങ്ങളും കൂടി കൈകാര്യം ചെയ്യണമെന്ന്. Determine of the type of linen to be purchased, the quantity of material in stock, etc. സാങ്കേതികമായിട്ടുള്ളത്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് കുറച്ച് കാര്യങ്ങൾ ഈ വിഭാഗം ചെയ്യാനുണ്ടെന്ന്. എന്തൊക്കെയാണ്? ടൈപ്പ് ഓഫ് ലിനൻ ബി പർച്ചേസ്ഡ്, ഏത് ടൈപ്പ് ഓഫ് ലിനൻ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, വാങ്ങിക്കേണ്ട തുണിത്തരങ്ങള്, മെറ്റീരിയൽസ്, എത്രത്തോളം എന്തോരം നമ്മൾ ക്വാണ്ടിറ്റി അളവില് വാങ്ങിക്കണം മെറ്റീരിയലുകള്, ഇതെല്ലാം അവര് ടെക്നിക്കലായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യണമെന്ന്. അതിൽ അപ്ഡേറ്റ് ചെയ്യണം ഓരോ ദിവസം. ഇപ്പൊ ഈ മാസം നമ്മൾ എത്ര മെറ്റീരിയലാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതിന്റെ അളവുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങളും ഇനി പുതിയതായിട്ട് വാങ്ങേണ്ടതും അങ്ങനെയുള്ളതൊക്കെ ഡീറ്റെയിൽ ടെക്നിക്കലായിട്ട് അതായത് കമ്പ്യൂട്ടറായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിടണം. Then requirements for linen vary in various area. Linen vary in various area അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലോട്ടും തുണിത്തരങ്ങള് ഒരേ അളവിൽ തന്നെ ആയിരിക്കില്ല. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് തുണിത്തരങ്ങളുടെ കൂടുതലായിട്ട് വേണ്ടി വരും. ദെൻ നമ്മുടെ സാധാ OP-യിലൊക്കെ ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള തുണിത്തരങ്ങൾ മതി. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരേപോലെ ഒരേ അളവിലുള്ള മെറ്റീരിയലിന്റെ ആവശ്യം അല്ലെ. വേരി ഇൻ വേരിയസ് ഏരിയ, അത് ഡിഫറെന്റ് ആണെന്ന്. And the hospital needs to provide sufficient quantity of linen for circulation as well as the rest period in storage. എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ സർക്കുലേഷൻ എന്ന് പറഞ്ഞാല്? അതായത് ഹോസ്പിറ്റല് കൃത്യമായിട്ടും സഫീഷ്യന്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള തുണിത്തരങ്ങള് നല്ല അളവില് ക്വാണ്ടിറ്റിയില് സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയില്
ആവശ്യത്തിനുള്ള അളവില് തുണിത്തരങ്ങൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. Then circulation as well as rest period storage. Rest period storage എന്ന് ഉദ്ദേശിക്കുന്നത് ആവശ്യത്തിനുള്ള തുണിത്തരങ്ങൾ കൊടുക്കാനായിട്ട് ഉണ്ടായിരിക്കണം. സർക്കുലേഷൻ മീൻസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ളത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പീരിയഡ് സ്റ്റോറേജ് സംഭരിക്കണമെന്ന്, അതായത് എക്സ്ട്രാ കൂടി നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. കറക്റ്റ് എണ്ണത്തിന് മാത്രം കൊടുത്താൽ പോരാ, മറിച്ച് എക്സ്ട്രാ നമ്മൾ കരുതിയിരിക്കണം. തുണിത്തരങ്ങൾ എടുക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ ആവശ്യത്തിനുള്ളത് ക്വാണ്ടിറ്റിയിൽ അവരുടെ അളവിൽ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിത്തരങ്ങൾ കൊടുക്കുക. അതുകൂടാതെ സ്റ്റോറേജ് ചെയ്തിരിക്കണം. എക്സ്ട്രാ കൂടുതലായിട്ടും നമ്മൾ ഇൻ കേസ് കുറച്ച് എന്തെങ്കിലും ആവശ്യം കൂടുകയാണെങ്കിൽ അപ്പോൾ കൊടുക്കാനായിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ആ ഒരു ആസ് വെൽ ആസ് റെസ്റ്റ് പീരിയഡ് സ്റ്റോറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ കരുതിയിരിക്കണം. ഓക്കെ, ആ പോയിന്റ് കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ആ ഒരു പാരഗ്രാഫിലെ. Then next section, location and design. എങ്ങനെയാണ് ഈ ലോണ്ടറി സർവീസിന്റെ ലൊക്കേഷൻ? എവിടെയായിരിക്കും ലൊക്കേഷൻ? അലക്കലും കഴുകലൊക്കെ എവിടെയായിരിക്കും? ഏത് ഫ്ലോറിലായിരിക്കും? എവിടെയായിരിക്കും? ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ? കൂടുതലും മിക്ക ഹോസ്പിറ്റലുകളിലും ഗ്രൗണ്ട് ഫ്ലോർ തന്നെയായിരിക്കും കേട്ടോ. നോക്കാം. The laundry should be located in the area that has sufficient daylight and natural ventilation. സഫിഷ്യന്റ് ആവശ്യത്തിനുള്ള ഒരു ഡേലൈറ്റ് എന്ന് വെച്ചാൽ ഒരു പകൽ വെളിച്ചം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അത്യാവശ്യം തുണി വിരിച്ചിടുമ്പോൾ ഉള്ള വെയിലും കാറ്റും കാര്യങ്ങളൊക്കെ ഒരു വെട്ടവും വെളിച്ചവും ഉണ്ടായിരിക്കണം. Then വെന്റിലേഷൻ വായുവും വെട്ടവും വെളിച്ചവും ഒക്കെ കയറാനുള്ള ഒരു വെന്റിലേഷൻ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. Typically it should be on the ground floor. ഗ്രൗണ്ട് ഫ്ലോറിന് അണ്ടർലൈൻ ചെയ്യണം, പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കണം. Typically it should be on ground floor of an isolated building. Isolated building situated next to or adjacent to the water and power plant away from the main service area. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം നമ്മളുടെ ഒരു ലോണ്ടറി സർവീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിലായിരിക്കണം. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയുള്ള ഒറ്റപ്പെട്ട ബിൽഡിങ്ങിലൊക്കെ ആയിരിക്കണം ഒരു ലോണ്ടറി സർവീസ് കൊടുക്കുന്നത്. or adjacent to the water and power plant away from main service area. Adjacent എന്ന് വെച്ചാൽ എന്താ? adjacent അതായത് തൊട്ടടുത്ത്. adjacent to the water and power, അതായത് നമ്മള് വാട്ടർ മീൻസ് അത്യാവശ്യത്തിനുള്ള വെള്ളവും വാട്ടർ ഫെസിലിറ്റിയും പവർ പ്ലാന്റ് മീൻസ് കറണ്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം എന്ന്. എന്തുകൊണ്ടാണ് കറണ്ട് കണക്ഷൻ വേണമെന്നുള്ളത്? നമ്മളുടെ വീട്ടിലെ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ അത്യാവശ്യം പ്ലഗുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ദെൻ ടാപ്പിലോട്ട് കണക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടേ? അല്ലാണ്ട് വെറുതെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊണ്ട് വാഷിംഗ് മെഷീൻ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെ? അതിനുള്ള പവർ കണക്ഷനും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് മീൻസ് നമുക്ക് അടക്കാനുള്ള വെള്ളം വേണ്ടേ? അപ്പൊ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വാട്ടറിന്റെയും പവർ സപ്ലൈയും ഉള്ള അതിന്റെ അഡ്ജസന്റ് ആയിട്ട് അതിന്റെ അരികിലായിരിക്കണം എപ്പോഴും ഒരു ലോണ്ടറി സർവീസ് വരുവാൻ. ഓക്കെ, കറണ്ടും വേണം, വെള്ളവും വേണം അലക്കാനായിട്ട് അല്ലെ? The department should be situated close to the elevators and must permit easy movement of linen to different area. എന്താ elevators എന്നാണ് പറയാ. എന്താ? ലിഫ്റ്റ് എഴുതി വെക്കാം കേട്ടോ. ലിഫ്റ്റ് സംവിധാനങ്ങൾ അടുത്തുണ്ടായിരിക്കണം. ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. എന്തിനാണ് ലിഫ്റ്റ് ഫെസിലിറ്റി? ഈസി മൂവ്മെന്റ് ഓഫ് ലിനൻ ഡിഫറെന്റ് ഏരിയ അല്ലെ? തുണിത്തരങ്ങൾ എടുക്കാനും അലക്കി കഴിഞ്ഞ് കൊണ്ടേ കൊടുക്കാനൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ തുണിത്തരങ്ങൾ മൊത്തം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അല്ലെ? ഒറ്റയടിക്ക് നമുക്ക് പൊക്കി എല്ലാ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് വേണ്ടിയിട്ട് ലിഫ്റ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. Then hospital laundry managers specialty items and
tasks which mainly include disinfection and infection control of normally stained linens as well as infected linen. ഹോസ്പിറ്റലിന്റെ ലോണ്ടറി സർവീസ് മാനേജ് ചെയ്യുന്നത് പ്രത്യേക ടാസ്കുകളും അവര് മാനേജ് ചെയ്യുന്നുണ്ടെന്ന്. ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ അല്ലെ, അണുനശീകരണം അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ, അതായത് അണുബാധ നിയന്ത്രണങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അവര്. എങ്ങനെയൊക്കെയാണ്? സ്റ്റെയിൻഡ് ലിനൻ ആസ് വെൽ ആസ് ഇൻഫെക്റ്റഡ് ലിനൻ അല്ലെ, കറകളായിട്ടുള്ള തുണിത്തരങ്ങളും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളും അവര് വേർതിരിച്ച് അതിനെ അണുവിമുക്തമാക്കുന്നു. There should be separated infection areas from reception area. There should be sufficient power, sufficient quantity of steam as well as correct temperature. There should be separate infection area from reception area. അതായത് സെപ്പറേറ്റഡ് ചെയ്തിരിക്കണമെന്ന്, റിസപ്ഷൻ ഏരിയയിൽ നിന്നും മറ്റും ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ, അതായത് ഈ തുണിത്തരങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് മറ്റു ഏരിയകളിലൊന്നും ഇടാതിരിക്കാൻ. അതായത് ഇപ്പൊ റിസപ്ഷൻ ഏരിയക്ക് ആണെങ്കിൽ വൃത്തിയായിട്ട് ഇരിക്കണം അല്ലെ, അവിടെ ഇൻഫെക്ഷൻസ് ഒന്നും വരാൻ പാടില്ല. സോ സെപ്പറേറ്റ് ഇൻഫെക്ഷൻ ഏരിയയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കണം റിസപ്ഷൻ. ഈ തുണിത്തരങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായിട്ട് കൊണ്ടുപോകുക, അല്ലാതെ ഓരോ ഏരിയയിൽ നിന്നും വെച്ചിട്ട് പോകാൻ പാടില്ല. Then ലാസ്റ്റ് വൺ പറയുന്നത് there should be sufficient power, അത്യാവശ്യം പവർ, ഇലക്ട്രിക്കൽ പവർ ഉണ്ടായിരിക്കണം. Then sufficient quantity of steam as well as correct temperature, കൃത്യമായിട്ടുള്ള ഒരു നീരാവി, സ്റ്റീമിലൊക്കെ ചെയ്യൂലേ ചില തുണിത്തരങ്ങള്, സ്റ്റീം ചെയ്യുക, സ്റ്റീം ആവശ്യമാണ്. അതുപോലെ തന്നെ കറക്റ്റ് ടെമ്പറേച്ചർ, ഒരു നീരാവിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതായത് ചില തുണിത്തരങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചില തുണികളൊക്കെ കഴുകും, ചൂടുവെള്ളത്തിലൊക്കെ ഉപയോഗിച്ചൊക്കെ കഴുകും, ചില കറകളൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഇല്ലേ, ഉപയോഗിക്കാറുണ്ടോ? ചൂടുവെള്ളത്തിലൊക്കെ ഉപയോഗിക്കും, അതായത് പെട്ടെന്ന് തന്നെ അഴുക്ക് ഇളകി പോവാനും കറകളൊക്കെ പെട്ടെന്ന് ഇളകാനായിട്ടൊക്കെ ഉള്ളൊരു ഇതുണ്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ. ഇവിടെ പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റീം ആസ് വെൽ ആസ് കറക്റ്റ് ടെമ്പറേച്ചർ, കറക്റ്റ് ടെമ്പറേച്ചറും സ്റ്റീമിലൊക്കെയാണ് അവര് ഈ തുണിത്തരങ്ങൾ, അതായത് ഈ ബ്ലഡും ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും നമ്മള് കൂടുതലും ഇന്ന ടെമ്പറേച്ചറിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻസിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെയിൻ ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ഓർത്തിരിക്കുക കേട്ടോ, എക്സാമിന് ചോദിക്കും, മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ എന്ന്. ദെൻ ലിഫ്റ്റിന് അടുത്തായിരിക്കണം പെട്ടെന്ന് തന്നെ ഡ്രസ്സുകൾ നമുക്ക് മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്ന് വായിച്ചു നോക്കിയേ, ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ? Then next നോക്കാം, facilities and space requirement for laundry and linen service. ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ ചെയ്യേണ്ടത്? The basic requirements of department include എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. Decontamination area, അണുവിമുക്തമാക്കുക, ഏരിയ വിമുക്തമാക്കുക.
സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്, കഴുകുക, ദെൻ അണുവിമുക്തമാക്കുക, മീൻസ് തുണിത്തരങ്ങള് അണുവിമുക്തമാക്കി കൊടുക്കുക, മീൻസ് എന്തെങ്കിലും ഇപ്പോ ഡെറ്റോളോ അങ്ങനെ ഉപയോഗിച്ചിട്ട് അണുവിമുക്തമാക്കുക. സെക്കൻഡ് വൺ, ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ്, വാഷർ ലോഡിംഗ് ഓഫ് സോളിഡ് ലിനൻ. അതായത് വാഷർ ലോഡിംഗ് എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് സോളിഡ് ആയിട്ടുള്ള ലിനനുകള് നമ്മള് സോർട്ട് ചെയ്യാനും സ്വീകരിക്കാനൊക്കെ ആയിട്ടുള്ള ഏരിയ, വാഷിംഗ് മെഷീനൊക്കെ വെക്കാനും പറ്റുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. വാട്ടർ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ ആവശ്യത്തിനുള്ള സ്റ്റീം ഉണ്ടായിരിക്കണം, പവർ സപ്ലൈ അല്ലെ, ഇലക്ട്രിക് ആവശ്യമാണ് അല്ലെ, നമുക്കറിയാലോ വൈദ്യുതി ആവശ്യമാണ്. Then clean linen processing room, വൃത്തിയാക്കുന്നവരായിട്ടുള്ള ഒരു ഫെസിലിറ്റി, ഒരു റൂം ഉണ്ടായിരിക്കണം. സ്റ്റാഫ് ഫെസിലിറ്റി, അതിനുള്ള സ്റ്റാഫുകള്. Then area for ironing, sewing and mending and clothes drying area. സ്യൂവിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഏരിയ ഉണ്ടായിരിക്കണം തേക്കാനും. സ്യൂവിംഗ് എന്ന് വെച്ചാൽ തയ്യല്, എന്തെങ്കിലും റിപ്പയർ ഒക്കെ ചെയ്യാം. Then mending എന്ന് വെച്ചാൽ തുന്നി ചേർക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ദെൻ ഡ്രൈയിങ് ഏരിയ, അതിനുള്ള ഒരു പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കണം. സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം. സൊല്യൂഷൻ പ്രിപ്പറേഷൻ മീൻസ് പരിഹാരങ്ങള് അങ്ങനെ എന്തെങ്കിലും, അതുപോലെ തന്നെ സ്റ്റോറേജ് ഒക്കെ ചെയ്ത് വെക്കാൻ. അതായത് ഇപ്പൊ നമ്മൾ എക്സ്ട്രാ തുണിത്തരങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യമൊക്കെ വരുമല്ലോ, അപ്പൊ അതിന് പരിഹാരം കാണാനൊക്കെ ആയിട്ട് പറ്റും സ്റ്റോറേജ് റൂം ഒക്കെ ഉണ്ടായിരിക്കണം. എക്സ്ട്രാ ക്ലോത്തുകളൊക്കെ സൂക്ഷിക്കാൻ. Then hand washing facility, കൈകള് ഹൈജീനിക് ആക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ് അല്ലെ, സുരക്ഷിതമായിട്ടുള്ള ഒരു ലോക്ക് ഉണ്ടായിരിക്കണം. അക്കോമഡേറ്റ് മീൻസ് സ്റ്റോർ റൂമിൽ ഒരു കൂട്ട് ഉണ്ടായിരിക്കണം. അവിടെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവില്ല, തുണിത്തരങ്ങളൊക്കെ വേറെ മോഷണം പോകാനൊന്നും പാടില്ല, അപ്പൊ അത് ലോക്കബിൾ ആയിട്ടുള്ള ഒരു കൂട്ട് ഉണ്ടായിരിക്കണം. Then ക്ലീൻ ലിനൻ ഇഷ്യൂവിംഗ് കൗണ്ടർ അല്ലെ, ലിനൻ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു കൗണ്ടർ ഉണ്ടായിരിക്കണം, അത് വൃത്തിയുള്ള ഒരു കൗണ്ടർ ഉണ്ടായിരിക്കണം. സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജൻസ്, സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. ക്ലീനിങ് ഏജൻസുകളൊക്കെ ആയിട്ടുള്ള ഒരു സംഭരണ, ഒരു സ്റ്റോറിംഗ് സ്ഥലം ഉണ്ടായിരിക്കണം, അത് വൃത്തിയുള്ള തുണിത്തരങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ സ്റ്റോറേജ് റൂമിൽ ഉണ്ടായിരിക്കുക. ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ് ലൈക്ക് വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ എക്സെട്ര. സ്ക്യൂസർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിഴിയണ മീൻസ് നമ്മള് എന്താ പറയാ, സ്ക്യൂസർ എന്ന് വെച്ചാൽ പിഴിയുക എന്നുള്ള മീനിങ് ആണ്. മീൻസ് ഹെയർ ഡ്രയർ ഒക്കെ ചെയ്യും, നമ്മള് ഡ്രൈ ചെയ്യൂലേ നമ്മളെ തുണിത്തരങ്ങൾ ഉണക്കിയെടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള എക്യുപ്മെന്റുകൾ വാഷിംഗ് മെഷീനും സ്ക്യൂസർ ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. Then desk, counters and cabinets to store file and registers. ഫയലുകളും അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്ററുകളും വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡെസ്കുകളും അതുപോലെ തന്നെ സെപ്പറേറ്റ് കൗണ്ടറുകളും ക്യാബിനറ്റുകളും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഇപ്പോ ഫെസിലിറ്റിയിൽ വരുന്നത്. ജസ്റ്റ് പോയിന്റുകളാണ് അവിടെ ഉണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. 13 പോയിന്റ്സ് ആണ്, വായിച്ചു നോക്കുക.
സ്ക്യൂസർ എന്ന് വെച്ചാലേ നമ്മൾ ഡ്രയർ ഇല്ലേ, പിഴിഞ്ഞെടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ, ഡ്രയർ പോലത്തെ തന്നെ സ്ക്യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫെസിലിറ്റീസും സ്പേസസും ഇത്രയും ഭാഗം വരെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ്, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോ പുതിയൊരു ചാപ്റ്റർ ആണ് ലോണ്ടറി സർവീസ്. എടുത്ത അത്രയും ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ, വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണ്. കുഴപ്പമുണ്ടോ? നല്ല ചാപ്റ്റർ അല്ലേ? നമുക്ക് അർത്ഥം മനസ്സിലാക്കി നമ്മളുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. ഇതുവരെ ഉള്ളത് വായിക്കണം കേട്ടോ, നന്നായിട്ട് വായിക്കുക. നമ്മൾ ഇന്ന് എടുത്ത് നിർത്തിയത് വായിക്കണം. ഓക്കെ, എന്നിട്ടാണ് നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ.